നമസ്കാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 50 ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഓരോ മൈൽ സ്റ്റോൺ ഉണ്ടാവില്ല മുമ്പിൽ. 50 ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റി. ഒരുപക്ഷെ അസാധാരണമാം വിധം ലേറ്റാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള താമസമാറ്റം. അതെന്തോ ആയിക്കോട്ടെ, ഈ അസാധാരണത്വം അദ്ദേഹത്തിൻ്റെ നിലവിലെ വിവാദങ്ങളിൽ അദ്ദേഹത്തെ പിന്തുടരുന്നു. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഇതുപോലെ ഒരു 50 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് 50 ദിവസം മുട്ടുന്നതിന് മുന്നേ ഇമാതിരി വിവാദത്തിൽ അകപ്പെട്ടിട്ടില്ല. 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ വിവാദ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് കോൺഗ്രസിൽ ആഭ്യന്തരമായി ഉണ്ടായിരിക്കുന്ന എതിർപ്പാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു. കോൺഗ്രസിൽ തന്നെ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇങ്ങനെ 3 തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയാകാൻ. എന്നാൽ അതിനെ പ്രതിരോധിച്ച് അതിജീവിച്ച് മുഖ്യമന്ത്രി ന്നതിലേക്ക് നിർണായകമായ പങ്ക് വഹിച്ച കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് വി.എം. സുധീരൻ. വീര്യം കുറഞ്ഞ വിദേശ മദ്യം വിൽക്കാനുള്ള അവസരമുണ്ടാക്കുകയാണ്. 250% നികുതി ഏർപ്പെടുത്തി ആ മാർക്കറ്റിൽ അതിന് വിലങ്ങിട്ട് നിർത്തിയിരുന്ന മുൻ സർക്കാരിൻ്റെ നിലപാടിൽ വ്യത്യസ്തമായി കോൺഗ്രസിൻ്റെ മദ്യ നിരോധനം എന്ന നയം നിലനിൽക്കെ തന്നെ അവർക്ക് വമ്പൻ നികുതി ഇളവ് നൽകിക്കൊണ്ട് മാർക്കറ്റിലേക്ക് വരുന്നതിനുള്ള അവസരം ബഡ്ജറ്റിൽ ഒരുക്കി എന്നുള്ളതാണ്. അത് വി.എം. സുധീരനെ ഞെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെ വന്നൊരു സർക്കാർ അദ്ദേഹത്തെ ഇത്രമാത്രം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വില നൽകാത്ത സാഹചര്യം അദ്ദേഹത്തെ രോഷാകുലനാക്കി. അതുകൊണ്ട് അദ്ദേഹം മുന്നും പിന്നും നോക്കാതെ ഇതിനെതിരെ രംഗത്ത് വരികയാണ് ചെയ്തത്. വി.ഡി. സതീശനെ ഫോണിലൂടെ വിളിച്ച് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ പൊതുമധ്യത്തിൽ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. പക്ഷേ വി.ഡി. സതീശൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. മയപ്പെടുത്തി UDF-ലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ പോയി ചർച്ച ചെയ്തിട്ട് നടപ്പാക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം വന്നില്ല. അത് മദ്യ നയവുമായി ബന്ധപ്പെട്ട നികുതി നിർദ്ദേശത്തിൻ്റെ കാര്യത്തിൽ ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ തിരുത്തലുണ്ടാക്കിയില്ല എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിയിൽ ഇത്ര വലിയ പ്രതിരോധം നേരിടേണ്ടി വരുന്നു മുഖ്യമന്ത്രി. വി.എം. സുധീറിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഈ സർക്കാരിൽ ഏറ്റവും മികച്ച ഇമേജിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ചെന്നിത്തലയ്ക്ക് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ലഹരിക്കെതിരായി വലിയ നീക്കം പൊതുമധ്യത്തിൽ വിശ്വാസ്യതയോടെ നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ സമാന്തരമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ വിശ്വാസ്യത കെടുത്തും വിധത്തിലുള്ള നീക്കം ഇപ്പുറത്ത് ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിരോധം ഉയർത്തുന്ന സാഹചര്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ എതിർപ്പുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമ റിപ്പോർട്ടുകളിൽ അത് വ്യക്തമാണ്. മൂന്നാമത്തേത് എക്സൈസ് മന്ത്രിയുടെ പ്രതിഷേധമാണ്. എക്സൈസ് മന്ത്രി എം. ലിജു താനൊന്നും അറിയാതെ നിസ്സഹായനെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഈ നികുതി നിർദ്ദേശത്തിലൂടെ ഉണ്ടാക്കപ്പെട്ടു എന്നുള്ള മാനസികാവസ്ഥയിലാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ ആഭ്യന്തരമായി തന്നെ ഇതുപോലെ അസാധാരണ പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയായി ഒരു മാസം കഴിഞ്ഞ് 50 ദിവസം തികയുന്നതിന് മുന്നേ തന്നെ എത്തപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ക്ലിഫ് ഹൗസിൽ പുതുമോടിയിൽ താമസം ആരംഭിക്കാൻ മുമ്പ് കിട്ടേണ്ട സ്വീകാര്യത ഇല്ലാതായതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ്. രണ്ടാമത്തേത് ഇദ്ദേഹം വി.ഡി. സതീശൻ ഈ സാഹചര്യത്തെ പ്രതിരോധിക്കാനെടുക്കുന്ന സമീപനത്തിൻ്റെ വ്യത്യാസമാണ്. അദ്ദേഹം മാധ്യമങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രതിരോധം തീർക്കുന്നത്. സകല കാര്യങ്ങളിലും എന്നതുപോലെ മുൻ സർക്കാരിൻ്റെ കാര്യമാണ് ഇത് എന്നും തനിക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്നുമുള്ള സാധാരണ നിലപാട് തന്നെ ഇക്കാര്യത്തിലും എടുക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിടുന്ന വാർത്തകളുടെ നിലനിൽപ്പാണ് അതിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. വി.എം. സുധീരനെ പോലുള്ളവരെ രോഷാകുലരാക്കുന്നതിനുള്ള ഒരു കാരണം ഇതുകൂടിയായിരിക്കാം. വി.ഡി. സതീശന് മാധ്യമ സ്വാധീനം അസാധാരണമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വാർത്തകൾ, അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ന്യായീകരിക്കും വിധത്തിലുള്ള വാർത്തകൾ നിരന്തരം പുറത്തുവിടുന്ന ഒരു സമീപനം ഉണ്ട്. അതിൽ പക്ഷേ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാധ്യമ വിശ്വാസ്യതയ്ക്കൊക്കെ അപ്പുറത്താണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഇതിൽ എടുത്ത നിലപാടിന് ആധാരമായി പറയുന്ന കാരണങ്ങളിൽ കഴമ്പുണ്ടോ എന്നുള്ളത്. ഇന്നത്തെ മനോരമ പത്രം മാത്രം ഇത് സംബന്ധിച്ചെടുത്ത് നോക്കിയാൽ മതി. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ട വാർത്ത അത് ഇന്ന് മനോരമ പത്രത്തിലുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം ഒഴുകിയെത്തിയ വഴി ഫയലിൽ കുപ്പിയും വീഞ്ഞും പഴയത്, നടപടി ആരംഭിച്ചത് എം.വി. ഗോവിന്ദൻ, പൂർത്തീകരിച്ചത് എം.ബി. രാജേഷ്. അതായത് വാർത്ത എന്നിട്ടൊരു ഫോട്ടോസ്റ്റാറ്റൊക്കെ ഉണ്ട്. എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മിനിസ്റ്റർ എക്സൈസ് എന്ന് പറഞ്ഞ ഒരു കത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ ഉണ്ട്. എന്താണ് ഉള്ളടക്കം എന്ന് ഈ തലക്കെട്ടിൽ നമുക്ക് മനസ്സിലാവുക. ഗോവിന്ദൻ നടപടി ആരംഭിച്ചു, എം.ബി. രാജേഷ് പൂർത്തീകരിച്ചു, വി.ഡി. സതീശൻ ഒന്നും ചെയ്തില്ല എന്നാണ് മനോരമയുടെ റിപ്പോർട്ടിൽ. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് വാർത്തയിലുണ്ട്. അതായത് ബർക്കാഡി ഇടപാടിൽ സർക്കാരിനെതിരെ CPM പോർമുഖം തുറക്കുമ്പോൾ ഇതേ കമ്പനിയുടെ അപേക്ഷ പിണറായി സർക്കാരിലെ 2 മന്ത്രിമാർ അനുകൂല നടപടികൾ സ്വീകരിച്ചതിന് രേഖ. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അനുമതി നൽകി പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഭരണതലത്തിൽ നടത്തിയ ഫയൽ നീക്കങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരത്തിലുള്ളത്. എന്നിട്ട് ഈ തെളിവായി കൊടുത്ത അതിൻ്റെ ഡീറ്റെയിൽസ്
കൊടുക്കുന്നത്. തെളിവായി കൊടുത്ത കാര്യം എന്താണെന്നറിയോ? ബർക്കാഡി കമ്പനി അടക്കം നൽകിയ അപേക്ഷകളിൽ തുടർ നടപടിയെടുക്കാൻ എക്സൈസ് മന്ത്രിയായിരിക്കും MV ഗോവിന്ദൻ നൽകിയ ഫയൽ കുറിപ്പ്. അതായത് VD സതീശൻ്റെ മുന്നിൽ ബർക്കാഡി കമ്പനി നൽകിയ അപേക്ഷയിലാണ് തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് വ്യക്തമാണ്. അത് ആ ഫയൽ നീക്കം, ബർക്കാഡി കമ്പനിയുടെ മാത്രം അപേക്ഷയുടെ ഫയൽ നീക്കം 2023 LDF സർക്കാർ ബ്ലോക്ക് ചെയ്ത് വെച്ചൊരു ഫയൽ നീക്കം, ആ ഫയൽ അത് പിന്നീട് അതിവേഗതയിൽ നീങ്ങിയ കാര്യമാണ് ഇപ്പോൾ വിവാദത്തിനുള്ള അടിസ്ഥാനം. എന്നാൽ ഈ ഫയൽ, അതായത് അപേക്ഷ, ഈ LDF സർക്കാരിൻ്റെ 2 മന്ത്രിമാർ ആയിരിക്കെ ബർക്കാഡി കമ്പനി അടക്കം കമ്പനികൾ നൽകിയ അപേക്ഷ സർക്കാർ ഫയലിൽ സ്വീകരിച്ചതാണ്. ഒരു അപേക്ഷ സർക്കാരിന് കൊടുക്കുമ്പോൾ അത് ഫയലിൽ രേഖപ്പെടുത്തുമല്ലോ. അതാണ് 2 മന്ത്രിമാർ തീരുമാനിച്ചത്. നടപടി ആരംഭിച്ചത് ഗോവിന്ദൻ, പൂർത്തീകരിച്ചത് രാജേഷ് എന്ന് പറയുമ്പോൾ പൂർത്തീകരണം എന്ന് വെച്ചാൽ ഫയലാക്കി എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇത് വിൽക്കാനുള്ള മാർക്കറ്റ് തുറന്നിട്ടില്ല. നികുതി നിർദ്ദേശത്തിൽ അവർക്ക് ഒരു കാലത്തും വിൽക്കാൻ പറ്റാത്ത 250% നികുതി ആണ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത്. അത് വരാതിരിക്കുക എന്നുള്ളത് വ്യക്തമാണല്ലോ, അത്രമാത്രം നികുതി ഏർപ്പെടുത്തുമ്പോൾ. അപ്പോൾ അത് ഈ മുഖ്യമന്ത്രി വന്ന് അതിന് നികുതി, മാർക്കറ്റിലേക്കുള്ള എൻട്രിയായി നികുതി ഈ മട്ടിൽ റീസണബിളായി നികുതി കൊടുത്ത് മാർക്കറ്റിൽ തുറന്ന് കൊടുക്കുമ്പോഴാണ് മുൻ സർക്കാർ ഇത് തീരുമാനക്കെടുത്തയാണ് എന്ന് പറഞ്ഞു. തീരുമാനം എന്താണെന്ന് വാർത്തയിൽ വ്യക്തമാണ്, ഇതാണ് തീരുമാനം. പക്ഷേ അവർ അതിനടിസ്ഥാനമായി കാരണമായി ബർക്കാഡി അടക്കമുള്ള കമ്പനികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഒക്കെ വീര്യത്തിൻ്റെ വ്യത്യാസത്തിലുള്ള 3 കാറ്റഗറി തിരിച്ചത് ആണ് കാരണമായി പറയുന്നത്. എന്നാൽ മദ്യത്തിൻ്റെ കാറ്റഗറികൾ 3 തിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇനി മാർക്കറ്റിൽ എൻട്രി കിട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ഒരു വാർത്തയിലെ കാമ്പില്ലായ്മ. രണ്ടാമത്തേത്, വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാൻ ബർക്കാഡി കമ്പനി ആദ്യം ശ്രമം നടത്തിയത് VS സർക്കാരിൻ്റെ കാലത്ത്. അതാണ്, അതായത് ഈ കമ്പനിയാണ് ശ്രമം നടത്തുന്നത്. സർക്കാരിൻ്റെ കാലത്ത് എന്ത് തീരുമാനിച്ചു എന്നുള്ളതാണല്ലോ പ്രധാനം. ഈ കമ്പനി ശ്രമം നടത്തി. ബർക്കാഡി കമ്പനി നൽകിയ അപേക്ഷ സർക്കാർ അംഗീകരിച്ചെന്നും തുടർ നടപടി സ്വീകരിക്കണമെന്നും നികുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി 2009 ഏപ്രിൽ 22 എക്സൈസ് കമ്മീഷണർക്ക് അയച്ച കത്തിൻ്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. അതായത് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ സർക്കാർ എന്താ തീരുമാനിക്കുക? ഈ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്, ഇതിന് മേൽ നടപടി സ്വീകരിക്കണം എന്നാണ്. എന്താണ് നടപടി സ്വീകരിച്ചത്? ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് ഇത്ര നികുതി ഏർപ്പെടുത്തി എന്നാണ്. ആ നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ മദ്യം ഒരിക്കലും വിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ട് VD സർക്കാരിനെ അല്ലെങ്കിൽ VD സതീശനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ആക്രമണ മൂഡ് സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വാർത്തകൾ, പൊള്ളയായ വാർത്തകൾ പുറത്തുവിടുകയാണ്. പക്ഷേ അത് VM സുധീരനെ പോലുള്ള ആഭ്യന്തരമായി കോൺഗ്രസിന് പ്രതിസന്ധിയിലാക്കും മട്ടിലുള്ള ഒരു പ്രശ്നത്തിലേക്കാണ്. ഇപ്പോൾ PM ശ്രീയുടെ കാര്യത്തിൽ LDF നേരിട്ട സമാന സാഹചര്യമാണ്. അന്ന് മന്ത്രിസഭ അറിയാതെ അല്ലെങ്കിൽ LDFൻ്റെ CPMൻ്റെ വകുപ്പ് എന്ന നിലയിൽ തീരുമാനമെടുത്തു ശിവൻകുട്ടിയും പിണറായി വിജയനും അടക്കമുള്ള മുഖ്യമന്ത്രി ശിവൻകുട്ടി. എന്നാൽ CPIക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തീരുമാനമെടുത്തു. അത്തരത്തിലുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായി അവർ തിരുത്തി അതിനെതിരെ മരവിപ്പിച്ചുകൊണ്ട് കത്ത് കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ മന്ത്രി അറിഞ്ഞില്ല, പാർട്ടി അറിഞ്ഞില്ല, മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞ അതിലും ഗുരുതരമായൊരു പ്രശ്നം. മറ്റത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ സംബന്ധിച്ച കാര്യം മാത്രമാണല്ലോ. ഇവിടെ അതിലും ഗുരുതരമായ ഒരു സ്വകാര്യ കമ്പനിക്ക് മദ്യ മാർക്കറ്റ്, ഇല്ലാത്തൊരു മാർക്കറ്റ് തുറന്നു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കി എന്നുള്ളത്. അതിൽ ഉയരുന്ന ആരോപണം ഡീൽ ആരോപണമാണ്, സാമ്പത്തികമായ ക്രയവിക്രയത്തിൻ്റെ ആരോപണമാണ് ഉയരുന്നത്. ഒരു കമ്പനി ഇങ്ങനെ വരുമ്പം എത്ര പൈസ കിട്ടി എന്നൊക്കെ ചോദ്യം വരുന്നത്. ഇതാണ് പ്രതിരോധത്തിന്, അതിനെ മറികടക്കാനുള്ള മാർഗമായി VM സുധീരനെ അടക്കം പ്രതിരോധിക്കാനുള്ള മാർഗമായി VD സതീശനും അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് പുറത്തുവിടുന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ട് മാധ്യമങ്ങളും VD സതീശന് അനുകൂല മാധ്യമങ്ങളും സ്വീകരിക്കുന്നത്. എന്നാൽ ബില്ലിലെ മദ്യ നികുതി ഒഴിവാക്കില്ല എന്ന് ഉറച്ച നിലപാട് അദ്ദേഹത്തിനുണ്ട്. ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് നിൽക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അത്രമാത്രം താല്പര്യം ഈ വിഷയത്തിൽ VD സതീശനുണ്ട് എന്നുള്ളതാണ്. അതിലൊരു സംശയവും മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഈ VD അനുകൂല മാധ്യമങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. മദ്യനയ ചർച്ച UDFിലേക്ക് പോകും, നികുതി ഇപ്പോൾ പിൻവലിക്കില്ല എന്നാണ് VM സുധീരൻ പറഞ്ഞത്. ഇത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്നുള്ളതാണ് VM സുധീരൻ്റെ അടക്കമുള്ള ആവശ്യം. എന്നാൽ അത് UDFിൽ ചർച്ച ചെയ്യാം, എന്നിട്ട് നോക്കാം എന്നാണ് പറഞ്ഞത്. അത് UDFിലെ അനുകൂല നിലപാടുകാരെ ഒരുമിപ്പിച്ച് അതിനെ മറികടക്കാമെന്നാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. എന്നാൽ VM സുധീരൻ കടുത്ത എതിർപ്പ് ഉയർത്തി. സുധീരൻ്റെ കാര്യം നമുക്കറിയാം, അദ്ദേഹം എതിർപ്പ് ഉയർത്തിയിൽ ഏതറ്റം വരെ പോകുന്ന കരുണാകരൻ, ഉമ്മൻചാണ്ടി ഒക്കെ സാക്ഷ്യമാണ്. അവരുടെയൊക്കെ ഭരണകാലം ഒറ്റയ്ക്കിൽ പോരാടി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അനുകൂലികൾ വ്യാപകമായ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്.
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാലത്ത് വി എം സുധീറിനെ പാർട്ടിയിലെ യോഗത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ച വാർത്ത നമ്മൾ അന്നേരം കണ്ടതാണ്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം എവിടെ നിൽക്കുന്നു, അന്ന് സൈലൻ്റായിരുന്ന് അവിടെ നിന്ന ഈ വി എം സുധീരൻ എന്ന ഒരു വലിയ നേതാവ് ഇവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഈ മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അദ്ദേഹത്തിനെതിരായ സോഷ്യൽ മീഡിയ പ്രചരണം, അദ്ദേഹത്തിനെതിരായ സൈബർ അറ്റാക്ക് വലിയൊരു തോതിൽ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒടുവിൽ സുധീരൻ പക്ഷേ ഒരിഞ്ച് പിന്നോട്ട് പോകാതെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് LDF നിലപാടാണ്. LDFന് ഒരുപക്ഷെ അസാധാരണമായി ഒരു മാസം തികയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വീര്യം കുറഞ്ഞ മദ്യത്തിലെ വലിയ ഒരു നീക്കം കോൺഗ്രസ് സർക്കാർ VD സതീശൻ നടത്തിയതിന് എതിരായൊരു മുദ്രാവാക്യം ലഭിക്കുകയാണ്. നേരത്തെയുള്ള സകല പ്രശ്നങ്ങൾക്കും അപ്പുറത്തേക്ക് അവരുടെ CPMൻ്റെ ദുർബലമായ പ്രതിപക്ഷം എന്നുള്ള പേരുദോഷം നിലനിൽക്കെ തന്നെ അതിനെ മറികടക്കാവുന്ന നിലയിലേക്ക് അവരുടെ അറ്റാക്കിംഗ് മൂഡ് മാറി. പിണറായി വിജയൻ ദുർബലനായ പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറത്തേക്ക് മറ്റാരെയും കവച്ചു വെക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുമായി 1-to-1 തർക്കിക്കുന്ന കാഴ്ച നമ്മൾ നിയമസഭയിൽ കണ്ടു. നിയമസഭയിൽ VD സതീശനെ പ്രതിരോധത്തിലാക്കും വിധത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. അങ്ങനെ LDFന് ഇത് സംബന്ധിച്ച വലിയ നേട്ടമായി മാറുന്നു. പുറത്ത് MP രാജേഷും P രാജുവും അടക്കമുള്ള ആളുകൾ ഫോമിലേക്ക് മാറുന്ന കാഴ്ചയും ഈ ഒരൊറ്റ വിഷയത്തിൽ കാണുന്നു. അതാണ് വി എം സുധീരൻ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളൊരു മികച്ച നിലയിൽ നിൽക്കുമ്പം അതിനെ ദുർബലമാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. അത് മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് VD സതീശൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇന്നത്തെ മനോരമയിലൊക്കെ വി എം സുധീറിൻ്റെ എതിർപ്പ് ഒറ്റക്കോളത്തിലേക്ക്, സുധീറിനെ പോലുള്ള ഒരാളുടെ എതിർപ്പിനെ ഒറ്റക്കോളത്തിൽ വളരെ ചുരുങ്ങിയ വാർത്തയാക്കി ഒതുക്കി നിർത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചതുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് VD സതീശൻ്റെ ഈ തീരുമാനവും അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങളുടെ നിലപാടുകളെ കൗണ്ടർ ചെയ്തുകൊണ്ട് വി എം സുധീറിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യം. വി എം സുധീറിനൊപ്പം ഒരുപാട് നേതാക്കളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന സാധാരണ കോൺഗ്രസ്സുകാരുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നമാണ് നിലവിലുള്ളത്. അസാധാരണമായൊരു പ്രതിസന്ധിയിലേക്ക് ഒരു അകാരണമായി തള്ളിവിട്ട, മറ്റ് ചില താല്പര്യങ്ങളുടെ ബലത്തിൽ തള്ളിവിട്ട ഒരവസ്ഥയാണിപ്പോൾ വി എം സുധീരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ മറികടക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. സുധീരൻ്റെ നിർദ്ദേശങ്ങളെ എതിർത്ത് സർക്കാർ തന്നെ പോയ കാഴ്ച നമുക്കറിയാം. ഒരു ബാറിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് താൽക്കാലികമായ ഒരു ദേഷ്യം തീർക്കുന്നതിന് സകല ബാറും പൊട്ടിച്ച് കലിപ്പടക്കിയ കാഴ്ച നമുക്ക് കാണാം. എന്തായാലും ഇക്കാര്യത്തിൽ VD സതീശൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അദ്ദേഹം ഇനി UDFൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഏത് മട്ടിൽ ഇത് മുന്നോട്ട് പോകും എന്നുള്ളത് ഇതിൽ പിന്നോട്ടില്ല എന്ന് ഇന്നത്തെ മനോരമയിലെ വാർത്തയിൽ നിന്ന് വ്യക്തമാണ്. ബില്ലിലെ മദ്യം ഒഴിവാക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് മനോരമ വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ 3 പ്രശ്നങ്ങളെ കേരള രാഷ്ട്രീയം അഭിമുഖീകരിക്കുകയാണ്, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയം അഭിമുഖീകരിക്കുകയാണ്. അതിനെ അതിജീവിക്കുക എന്നുള്ളത്, അതിനെതിരായ നിലപാടെടുത്ത് കോൺഗ്രസിനെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വി എം സുധീരനെ പോലുള്ളവർ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.